നമ്മൾ ശരിക്കും എല്ലാവരും ഇത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുവിധം എല്ലാ മുനിസിപ്പാലിറ്റിയും നടക്കുന്നുണ്ടാവും. ഒരു ലെയർ സെറ്റ് ചെയ്തതിനു ശേഷം അതിന് നമ്മൾ ഇനോക്കുളം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിലേക്ക് ആഡ് ചെയ്യും. ഈ ഒരു ടാങ്ക് കണ്ടോ നിങ്ങൾ? ഈ ടാങ്കിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. F0 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. നമസ്കാരം. ഇന്ന് F0 ഉള്ളത് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരാണ് കേട്ടോ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയില് നമ്മളെ ഏറ്റവും വലിയ തലവേദനയായിട്ട് കിടക്കുന്നത്, നമ്മുടെ ടൗണിലൊക്കെ ഏറ്റവും വലിയ തലവേദനയും പ്രയാസമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് വേസ്റ്റുകൾ അല്ലേ. പ്രത്യേകിച്ചിട്ട് പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ആ വേസ്റ്റുകൾ, ആ വേസ്റ്റിനെ പ്രോസസ് ചെയ്തിട്ട് വളമാക്കി എടുക്കുന്ന ഒരു സിസ്റ്റം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്? അത് 1-2 ദിവസം കൊണ്ടല്ല കേട്ടോ, ഏകദേശം 45-50 ദിവസത്തോളം എടുക്കുന്നുണ്ട് അത് ആ പ്രോസസ്സിങ് പൂർത്തിയാവാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ചെയ്തെടുക്കുന്ന കാഴ്ചകളെ നമ്മളിന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ വെച്ചിട്ടാണ് ഇതിന്റെ പ്രോസസ്സൊക്കെ നടക്കുന്നത് കേട്ടോ. വിൻഡ്രോ ഷെഡിൽ വെച്ചിട്ട് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ശരിക്കും എല്ലാവരും ഇത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുവിധം എല്ലാ മുനിസിപ്പാലിറ്റിയും നടക്കുന്നുണ്ടാവും. നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കിടക്കുന്നതാണ്, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വേസ്റ്റ് ആണ് അല്ലേ. ആ വേസ്റ്റിനൊക്കെ എവിടെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, കൂട്ടിയിട്ട് കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ടൗൺ ഭാഗങ്ങളിലൊക്കെ ആയിട്ട്. ഇവിടുന്ന് സ്വന്തമായിട്ട് ഇവർ തന്നെ ഈ ഒരു മുനിസിപ്പാലിറ്റി തന്നെ മറ്റൊരു മുനിസിപ്പാലിറ്റി തന്നെ ഇത് കളക്ട് ചെയ്തിട്ട് ഈ ഒരു വിൻഡ്രോ ഷെഡ് കൊണ്ടുവന്നിട്ടാണ് ഇതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ചാക്കുകളിലായിട്ടും ഒക്കെ പച്ചക്കറി കടകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പച്ചക്കറിയാണ് മെയിനായിട്ട് ഇവിടെ എടുക്കുന്നത്. പച്ചക്കറി അതുപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ എടുക്കുന്ന ആ വേസ്റ്റുകൾ, മറ്റുള്ള വേസ്റ്റൊക്കെ നമുക്കറിയാം. ഈ പ്ലാസ്റ്റിക് ഇതൊക്കെ ഇപ്പം പ്രത്യേകമായിട്ട് അത് കളക്ട് ചെയ്തിട്ട് ആ രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ പല വീഡിയോസും ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പച്ചക്കറി വേസ്റ്റ് അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആ വേസ്റ്റ് വരുന്നതിന് വളരെ സിമ്പിളായിട്ട് കളക്ട് ചെയ്തെടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കതൊരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്ന ഒരു അടിപൊളി ഒരു സിസ്റ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് നിങ്ങൾ കണ്ടോ, ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കണ്ടോ. ഇത് ഒരു 1-2 ദിവസത്തെ പ്രോസസ്സിങ്ങിന് ശേഷമല്ല ഇത് വളമായിട്ട് മാറുന്നത്. ഏകദേശം ഒരു 40-45 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതൊരു വളമാക്കിയിട്ട് മാറ്റിയെടുക്കുക. അത്രയും പ്രോസസ്സ്, അത്രയും എന്താ പറയുക പ്രയാസവും കഷ്ടപ്പാട് ഇതിന് പുറകിലുണ്ട്. അതെന്തൊക്കെയാണ് ചെയ്തെടുക്കുന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരാൻ പോവാണ്. ആദ്യം ഇത് തറ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ കുമ്മായി ഇട്ടിട്ട് അതിനെ ഒന്ന് എന്താ പറയുക ആ pH ഒക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. തറയുടെ മുകളിലായിട്ട് അതിൽ ആദ്യം നമ്മൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, ഈ ഒരു വേസ്റ്റ് കണ്ടോ, ആ വേസ്റ്റിന് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ആദ്യം സെറ്റ് ചെയ്യും. ഒരു ലെയർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇനോക്കുളം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അതിലേക്ക് ആഡ് ചെയ്യും. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറും ബാക്ടീരിയൽ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ഇതിൽ നടക്കണമല്ലോ, അതാണ് ഈ ഇനോക്കുളം എന്ന് പറയുന്നത്. അത് കൊണ്ടുവന്നിട്ട് ഒരു ലെയർ ഇട്ടതിന് ശേഷം അതിൻ്റെ ആ ലെയറിൻ്റെ മുകളിലായിട്ട് ഇത് ഇനോക്കുളം ആഡ് ചെയ്യും. അതിനുശേഷം പിന്നെയും ഒരു ലെയർ പിന്നെ ഇടും. അങ്ങനെ ഓരോ ലെയറായിട്ട് അനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുക. ഇതേപോലെ ഒരു കൂന പോലെ ആക്കിയിട്ട് ഒരു ഹൈറ്റിലേക്ക് ഒരു കൂന പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഏകദേശം ഒരു 4-5 ദിവസം ഇവിടെ കിടന്നിട്ട് അത് നന്നായിട്ട് എന്താ പറയുക വെള്ളം വലിഞ്ഞു പോകണം. അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഉണ്ടല്ലോ അത് വലിഞ്ഞു പോകണം. ആ വലിഞ്ഞു പോകുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നമ്മൾ പറയുന്നത്, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. ആ ഇനോക്കുളം ഒന്നുകൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ ആഡ് ചെയ്തിട്ട് അതിന് വീണ്ടും അതിനെന്ത് പറയും അതിനൊന്നുകൂടി ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കും. ഇവിടുന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു പാർട്ടിലേക്ക് ഇത് നിങ്ങൾ നോക്കിക്കോ, ഇതിപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ ആയിട്ട് വന്നിട്ടുള്ള ആ വേസ്റ്റ് നിങ്ങൾ ഈ കാണുന്നത്. അത് നേരെ അത് ഏകദേശം ഒരു 4-5 ദിവസം കഴിയുമ്പം മറിച്ച് തിരിച്ച് ഇവിടത്തേക്ക് അടുത്ത ഒരു ലെയറിലേക്കായിട്ട് മാറ്റുകയാണ്. അടുത്ത ഒരു ഭാഗത്തേക്ക് അത് സെറ്റ് ചെയ്യുകയാണ്. അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൽ നിന്ന് വെള്ളം കുറച്ചുകൂടി വലിഞ്ഞു അത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതേപോലെ ഒരു 4-5 ദിവസം ഇതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം അടുത്ത ഒരു ഭാഗത്തേക്ക് അതിനെ മാറ്റുകയാണ്. അവിടുന്ന് തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെയും അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി അതിന് ഉണക്കം കുറച്ച് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇത് നിങ്ങളുണ്ടോ അടുത്തൊരു ഭാഗത്തേക്ക് ഒരു 4-5 ദിവസം പിന്നെയും മാറ്റി വെച്ചു. ഞാൻ ഇത് തന്നെ പറഞ്ഞത് ഒരു 1-2 അല്ലെങ്കിൽ 5-10 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, ഒരു 40-45 ദിവസം എടുത്തിട്ടാണ് ഇത് കൃത്യമായിട്ടൊരു വളമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ കാണുന്ന ആ ഒരു രീതിയല്ല, ആ ഒരു കാഴ്ചയല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെയും അതിന് ഉണക്കം വന്നു അല്ലേ. ഇതേപോലെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഷ്രെഡറൊക്കെ വെച്ചിട്ട് അത് കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അത് ഓൾറെഡി ഇപ്പം ഈ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി അതിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കട്ട് ചെയ്ത് ഇതിപ്പം ഈ ഇട്ടതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ അതൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അതിന് ഉണങ്ങി കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കും. ഇത് കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഉണക്കം കിട്ടാനും വെള്ളം വലിഞ്ഞു പോകാനൊക്കെ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് പിന്നെയും തിരിച്ച് അടുത്തൊരു 10, 20, 25, 30 ദിവസം ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു പോർഷനിലേക്ക് ഈ ഒരു പാർട്ടിലേക്ക് ഇത് എത്തുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ നേരത്തെ
കണ്ട ആ ഒരു ഫ്രൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയോ ആ ഒരു കാഴ്ചയല്ല നമ്മളിവിടെ കാണുന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ട് ഒരു പൊടി പോലെയായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെയും അടുത്തൊരു ഭാഗത്തേക്ക് അതിന് മാറ്റുന്നു. അവിടുന്ന് പിന്നെയും മാറ്റി വരുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു പൊടി രൂപത്തിലേക്കാണ് ഇത് പിന്നെ മാറി വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയൊക്കെ നോക്കിയോ, ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോ, ഇവിടെ എത്തിയിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടും ഇവിടുന്ന് പിന്നെയും വെള്ളം വലിഞ്ഞു പോകുന്നത് നിങ്ങൾ കണ്ടോ? താഴേൽ കൂടി വെള്ളം വലിഞ്ഞിട്ട് പിന്നെ ഇവിടെ എത്തിയിട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രയും ഉണക്കം വരണം. ഇവിടെ ഏകദേശം ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഒരുവിധം വെള്ളം കംപ്ലീറ്റ് വലിഞ്ഞിട്ടുണ്ടാവും. അത് തൊട്ടടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടെ വെള്ളം വലിയേണ്ട ഒരു സാധ്യതയൊന്നും വരുന്നില്ല. നന്നായിട്ട് ഉണങ്ങി ഒരു പൊടി രൂപത്തിലേക്ക് വരുന്ന രീതിയിലേക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ഒരു പൊടി രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ ഇത് വെച്ചിട്ടാണ് ഇപ്പം മുനിസിപ്പാലിറ്റി അരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനും പ്രത്യേകമായിട്ടുള്ള ഒരു മെഷീനറി, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനറി ഒക്കെ അടുത്ത് തന്നെ വരാൻ പോവുകയാണ്. ഇത് അരിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇത് ഇത്രമാത്രം പൊടി രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇതിനെ അരിച്ചെടുക്കുന്നത്, അത് തന്നെ നമുക്ക് വളാക്കിയിട്ട് എടുത്താൽ പോരെ എന്നുള്ളത്. അത് പിന്നെ അരിച്ചെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നാണ് നമ്മളിത് കളക്ട് ചെയ്തെടുക്കുന്നത്. കടകളിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ ഈ പറയുന്ന പച്ചക്കറികളിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ പൂർണ്ണമായിട്ട് ആദ്യം ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറ്റുന്ന രീതിയിലുള്ള അതിലുള്ള പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ മാറ്റിയെടുക്കുന്നുണ്ട്. അതിൽ കാണാത്തത് നമ്മൾ ലാസ്റ്റ് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് അത് കിട്ടുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അരിക്കൽ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. അതിനെ അരിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തതിന് ശേഷം ഇവിടുന്ന് അതിനെ മാറ്റിയിട്ട് ഇവിടേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ടാങ്ക് കണ്ടോ നിങ്ങൾ, ഈ ടാങ്കിലേക്കാണ് പിന്നെ ഇതിനെ മാറ്റുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് നന്നായിട്ടൊരു പൊടിയായിട്ട് തന്നെയുള്ളത്. ആ ഒരു പൊടി രൂപത്തിലേക്കായിട്ടുള്ള ആ ഒരു വളമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഇത് ഇവിടുന്ന് പിന്നെ കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. കിലോ ഒരു 10 രൂപ വെച്ചിട്ടാണ് ഇവിടുന്ന് ഈ ഒരു വളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കോഴിയുടെ എന്താ പറയുക വേസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് വളമാക്കി മാറ്റാനും പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദനയായി കിടക്കുന്ന ആ ഒരു വേസ്റ്റിനെ, പച്ചക്കറി ആയി കഴിഞ്ഞാൽ ഫ്രൂട്ട്സിനായി കഴിഞ്ഞാൽ വലിയൊരു തലവേദനയായി കിടക്കുന്ന ആ ഒരു വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വളമാക്കിയിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നതും ഈ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നതും. മട്ടന്നൂർ നഗരസഭ കേരളത്തിൽ തന്നെ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നഗരസഭയാണ്. നഗരസഭയ്ക്ക് വളരെ വിപുലമായിട്ടുള്ള ഒരു ട്രെഞ്ചിങ് ഗ്രൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ നിന്നുള്ള വേസ്റ്റുകൾ, പ്രത്യേകിച്ച് ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ എത്തി അത് വളമാക്കുന്ന വലിയൊരു പ്രോസസ്സിങ് നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കുന്നുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നഗരസഭയ്ക്ക് നല്ലൊരു ടീം വർക്ക് എന്നുള്ള രീതിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനവും ഒപ്പം തന്നെ ജനപ്രതിനിധികളുടെ ഇടപെടലും നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് വിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അത് ശാസ്ത്രീയമായി പരിപാലിക്കുക എന്നുള്ളത് ഏതൊരു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മാലിന്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജൈവ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ നിന്ന്, സാധനങ്ങളിൽ നിന്ന് ഞങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതിന് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞങ്ങളുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടും പരിസരവും ഞങ്ങളുടെ മാലിന്യ പരിപാലന രീതിയൊക്കെ കാണുന്നതിനും പഠിക്കുന്നതിനും ഒക്കെയായി നിരവധിയായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. കാരണം ഞങ്ങൾ പ്ലാസ്റ്റിക്കൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരുടെയും ഒരു പരിധിവരെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനുപരിയായിട്ട് ജൈവ വേസ്റ്റ് എങ്ങനെ പരിപാലിക്കണം എന്ന് ഇപ്പോഴും കൃത്യമായി അറിയില്ലാത്ത ഒരുപറ്റ ആളുകൾ ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് കടക്കാർ പലപ്പോഴും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ചാക്കിൽ കെട്ടി പല സ്ഥലത്തും വലിച്ചെറിയുന്നതായിട്ടും, അല്ലെങ്കിൽ നമ്മളെ നഗരത്തിൽ തന്നെ ചീഞ്ഞളിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ തന്നെ കാണാം പല ഫുട്പാത്തുകളിലൊക്കെ ഈ ജൈവ വേസ്റ്റിൻ്റെ ഒരു വലിയ പ്രശ്നം.
പക്ഷേ നമ്മളെ മട്ടന്നൂർ നഗരത്തിലെ ടൗണുകളിൽ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞാൽ അത്തരം ഒരു ബുദ്ധിമുട്ടും കാണാൻ സാധിക്കില്ല. കാരണം അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കിവിടെ നല്ലൊരു ടീം എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ ഒരു സംവിധാനം, പ്രത്യേകിച്ച് നഗരത്തിലെ കടകളിൽ നിന്ന് ജൈവ വേസ്റ്റ് വേർതിരിക്കുക, പ്ലാസ്റ്റിക് വേർതിരിക്കുക, അത് രണ്ടും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക. ഒന്ന് ജൈവ വേസ്റ്റ് ശേഖരിക്കുന്നു, CLR വർക്കർമാർ ഞങ്ങളുടെ നഗരസഭയിലുള്ള അവർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഇനോക്കുലം തളിച്ച് വളമാക്കി ഒരു 45 ദിവസം എന്നുള്ള രീതിയിൽ ആ ഒരു സാധനം എത്തി വളമായിട്ട് ഞങ്ങൾ ടൺ കണക്കിന് വളങ്ങൾ ഇപ്പോൾ വിറ്റ് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇനിയിപ്പോഴും ഒരു ലക്ഷ്യം അതൊരു മാർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ബ്രാൻഡ് ഉണ്ടാക്കിക്കൊണ്ട് വളങ്ങൾ വിൽക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പുതിയ മെത്തേഡുകൾ അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് വളം അരിച്ചെടുക്കുന്ന പുതിയ സംവിധാനങ്ങൾ ഞങ്ങൾ ഈ വർഷത്തെ പ്രൊജക്റ്റിൽ വെച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ആ വളങ്ങളൊക്കെ ഇവിടുത്തെ കർഷകർ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് അവർ പച്ചക്കറിക്കും മറ്റു കാര്യങ്ങൾക്കും കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായി കിടക്കുന്ന ആ ഒരു വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള വളമാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ബൈ.